ജനുവരി 22 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്കിത് ലളിതമാക്കി വയ്ക്കാം തലക്കെട്ടോടുകൂടി. സഹസ്ഥാപകനായ ഡോക്ടർ ബോബ് ബില്ലുമായിട്ട് പറഞ്ഞ വാക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ളതും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മ ഇപ്പോഴും തുടർന്ന് സ്വീകരിക്കുന്ന നടപടികളിലൊന്നായ മാറിയതുമായ കാര്യം. വളരെ കോംപ്ലിക്കേറ്റഡായി മുന്നോട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്ത സമയത്ത് സഹസ്ഥാപകൻ ബിൽ വിൽസൺ ബോബുമായിട്ട് കാണുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ അതിനെ എങ്ങനെ സമീപിക്കണമെന്നത്, കാരണം രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവിടെയാണ് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള മനുഷ്യർ അവരുടെ ആ വ്യത്യസ്തതകൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയ്ക്ക് എങ്ങനെ ഉപകാരമായി എന്നും അതിനെ എന്നെപ്പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ആൾക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കേണ്ടതുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഇതുവരെയുള്ള വിജയകരമായിട്ടുള്ള ആ വളർച്ച, ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം, അതിൻ്റെ കാരണം ആ ലളിതമായ പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടും കാര്യമില്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോംപ്ലിക്കേഷൻ കൊണ്ട് കാര്യങ്ങൾ ലളിതമായിട്ട് സമീപിക്കാൻ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ശരിയായി പോകുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ ചിന്തയിലിട്ടുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ ചിന്തയാണ് ആ കുഴപ്പങ്ങളിലേക്ക് പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലേക്ക് വരുന്ന ഒരാൾ പരാജയം സമ്മതിക്കാൻ തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, ആദ്യം ഏതൊരു കാര്യവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, ആ പ്രശ്നം വളരെ രൂക്ഷമായിട്ടായിരിക്കും എനിക്ക് അനുഭവപ്പെടുക. പക്ഷെ ഞാൻ അതിനെ ഈ പറയുന്ന രീതിയിൽ ഇത് വളരെ ലളിതമായിട്ട് ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഉടൻ തന്നെ തോന്നുന്ന പ്രതികരണം, ഉടൻ തന്നെ വേണ്ട പ്രവൃത്തി, അതൊന്നാണ് നിർത്തും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റേ നമ്മളങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഈ രോഗം മൊത്തം ഇടിഞ്ഞു വീഴുന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാ. പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അതൊക്കെ മുന്നോട്ട് പോയിക്കോളും, നീ അതിനെ ആ രീതിയിലൊന്നും കാണണ്ട, നീ ഒന്നവിടെ നിർത്ത്, എന്നിട്ട് സഹായത്തിനായിട്ട് ഒന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. അവിടെയാണ് ആ വലിയ ശക്തി എന്ന ആശയം. ഒന്ന് കീഴ്പ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നല്ല, മറ്റൊരാളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യുന്നതിലൂടെ നമ്മുടേതല്ലാതെ നമ്മുടെ ഹിതം അവിടെ കിടപ്പുണ്ടാവും. നമുക്കിത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആയിരിക്കണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ടാവും. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം മറ്റുള്ള ഒരാളുടെ നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു മീറ്റിംഗ് എന്നായിരിക്കും നമുക്ക് അത്തരത്തിലേക്കുള്ള ഒരു കാര്യം കിട്ടുക. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ലളിതമായിട്ട് ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന രീതി നമ്മൾ പരിശീലിച്ചു തുടങ്ങുന്നത് ജീവിത രീതിയിലാണ്. അപ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും പ്രശ്നങ്ങൾ തീരുന്നതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിലും അതെ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുഴപ്പങ്ങളിലും വളരെയധികം എടുക്കേണ്ട വാക്കുകളായിട്ടാണ് ഇത് കടന്നു വരുന്നത്. പല പ്രശ്നങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഭാഗങ്ങളിലും ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. ആളുകളെല്ലാം പുണ്യാളന്മാരൊന്നുമല്ല, പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ എതിർക്കുന്ന ആളുകൾ, അവരുടെ പ്രവൃത്തിയിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ എതിർക്കുകയും അതിനോട് മത്സരിക്കുകയും ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മളിതിനെ കൊണ്ടുപോവുക. ഉദാഹരണമായിട്ട് ഒരു പരിപാടി നടത്തി, അപ്പോൾ നമ്മൾ അതിനോടുള്ള വാശി, അയാളോടുള്ള ദേഷ്യത്തിന് ഉടൻ തന്നെ വേറെ സംഘടിപ്പിക്കുക, അതൊരു വിജയവും ജയപരാജയങ്ങളുമായിട്ട് നമുക്ക് വിജയിക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കും. പക്ഷെ ഇതൊന്നും പ്രവർത്തനം അല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. വീണ്ടും കോംപ്ലിക്കേഷൻ കൂടുകയാണ് ചെയ്യുക.
ശ്രേയ പറയുന്ന ഒരു രീതി എന്താണ്? ഇതൊരു മധ്യവർത്തിയായ രീതിയാണ്. നമ്മൾ ഏതൊരു വ്യക്തിയും അയാളുടെ കൂട്ടായ്മയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന രീതിയിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന കുഴപ്പം തന്നെ ആയിരിക്കാം, ഇല്ല എന്നല്ല. ആ കുഴപ്പങ്ങളെ സമീപിക്കേണ്ട രീതിയുണ്ട്. ആ രീതി പെട്ടെന്ന് മുറി രണ്ടെന്നോ പല്ലിന് പല്ല് എന്നുള്ള രീതിയല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ ആശയത്തെ നമ്മൾ എതിർക്കുമ്പോഴും ആ വ്യക്തിയോട് ഐക്യപ്പെട്ടുകൊണ്ട് എങ്ങനെ നിൽക്കാനായി പറ്റുമെന്ന രീതിയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാന സംഭവം ഈ ലളിതമായി വയ്ക്കുക, സഹോദരൻ്റെ തെറ്റുകളെ കരുതിയിരിക്കുക എന്ന ബോബിൻ്റെ വാക്കുകളൊക്കെയാണ്. സഹോദരന് ഒരു അപകടം പറ്റുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റുമ്പോൾ, നമ്മുടെ സഹോദര ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ആ കാര്യത്തിൽ അവിടെ പൊറുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ പൊറുക്കുമെന്ന് നമ്മളെങ്ങനെയാണ് കരുതുക? നമ്മളെന്താ തെറ്റുകൾ ചെയ്യാത്തവരാണോ? മദ്യപാനം കൊണ്ട് എല്ലാ തരത്തിലും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ മദ്യപിക്കരുത് എന്ന ആ രീതിയിൽ നമുക്ക് ബോധ്യം ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവിടെയാണ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ എന്നാൽ തെറ്റുകളെയും മറ്റു കാര്യങ്ങളെയൊക്കെ എതിർക്കുമ്പോഴും അത് എയുടെ രീതിയുണ്ട്. ആ എയുടെ രീതിയിൽ നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന പല കുഴപ്പങ്ങളിലും ഇത് ഇന്നൊരു ദിവസം കൊണ്ട് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് അവസാനിക്കുന്നതല്ല, അത് മുന്നോട്ട് പോകും. അതിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കടന്നു പോകുമെന്ന് ഓർമ്മപ്പെടുത്തൽ. അതിന് ഞാൻ എന്ത് ചെയ്യണം? ലളിതമായിട്ട് ഇതിനെ സമീപിക്കണം. കോംപ്ലിക്കേറ്റഡ് ആകുന്ന എൻ്റെ പ്രകൃതത്തെ ലളിതമായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഴപ്പങ്ങളെ തിരിച്ചറിയുകയും എൻ്റെ ദുർബലതകളെ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് സഹായം സ്വീകരിക്കാൻ തയ്യാറാവുക. ആ കീഴ്പ്പെടാനുള്ള തയ്യാറെടുപ്പിനെ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കീഴ്പ്പെടുത്തൽ തന്നെയാണ് ഈ പ്രോഗ്രാമിൽ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. പലപ്പോഴും ഒരു സ്പോൺസറെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങളും നോക്കാതെ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സഹായം സ്വീകരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സഹായം സ്വീകരിക്കുകയും ലളിതമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കാണാനായിട്ട് പറ്റുമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പരന്തത്വങ്ങളെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.